അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് പാലക്കാട് വഴി കടന്നുപോയ സമയത്ത് തീവണ്ടി അവിടെ നിർത്തിയിട്ട് പരിശോധിച്ച സമയത്തൊക്കെ കുട്ടി ഈ തീവണ്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലീസിൻ്റെ പരിശോധനയ്ക്ക് എന്തായിരുന്നു എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് സാർ കൂടി ചേരും. അതിനു മുമ്പ് ഞാൻ അരുൺ രാജിലേക്ക് ഒന്ന് പോകുന്നു. അരുൺ എന്തായാലും കേവലം 19 വയസ്സ് മൊത്തം പ്രായമുള്ള നമ്മൾ ഇതുവരെ കേട്ട പ്രകാരം കാര്യമായി എന്താണ് എട്ടും പൊട്ടും അറിയാത്ത ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് 40 രൂപ ചെന്നൈയിലേക്ക് വരെ എത്താൻ സാധ്യമല്ല. ഈ കുട്ടിയുടെ കയ്യിൽ ഫോണില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അത് ശരിയാണോ എന്നറിയില്ല. പോലീസിന് അറിയാത്തൊരു ഫോൺ നമ്പറിൽ ഒരു ഫോൺ കയ്യിൽ കരുതുക വലിയ പ്രയാസമൊന്നും അല്ലല്ലോ. ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പോലീസ് സംശയിക്കുകയാണോ അരുൺ രാജ്? തീർച്ചയായും ഹാഷ്മി, ഇതിനകത്ത് പോലീസിന് മുൻപിലേക്ക് എത്തുന്ന ചില സംശയങ്ങൾ ഇങ്ങനെയാണ്. കാരണം ഈ വീട്ടുകാർ ആദ്യം മുതൽ തന്നെ നൽകിയ മൊഴികളിൽ ചില അവ്യക്തതകൾ, അത് വ്യക്തത കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇഘട്ടത്തിൽ ഉറപ്പിക്കുന്നത്. ആ വ്യക്തത കുറവിനെ തേടിയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധനയെ തുടങ്ങിയാണ് പോലീസ് പറയുന്നത് ഈ കുട്ടിക്ക് ചില നിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി ഇത്തരത്തിലൊരു യാത്ര പ്ലാൻ ചെയ്ത് നടപ്പാക്കുകയില്ല എന്നുള്ളതാണ്. കാരണം തൊട്ടടുത്ത് കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് കയറാതെ കഴക്കൂട്ടത്ത് നിന്ന് തന്നെ ഈ ട്രെയിനിൽ തന്നെ കുട്ടി കയറാൻ ഇടയായ സാഹചര്യം, അത് കൃത്യമായി ഈ കുട്ടിയെ ആരോ വിളിച്ച് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. അത് സഹോദരനാണോ എന്ന സംശയമാണ് ഇപ്പോൾ നിലവിൽ പോലീസിനുള്ളത്. ആ സംശയത്തിൽ തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സഹോദരന്റെ CDR അടക്കം എടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. കാരണം ഒരു നിർദ്ദേശം കുട്ടി കൃത്യമായി എത്തുന്നു. ഈ ട്രെയിൻ നാഗർകോവിൽ എത്തിയാലും പിന്നീട് ഈ ട്രെയിനിന്റെ മുഴുവൻ ബോഗികളും മാറുന്നില്ല. ഈ ബോഗി തന്നെയാണ് പിന്നീട് ചെന്നൈയിലേക്കും പോകുന്നത്. സ്വാഭാവികമായും ആ ഒരു നിർദ്ദേശം, അത്തരമൊരു ട്രെയിൻ തിരഞ്ഞെടുത്തതിലടക്കം കൃത്യമായി ഒരു നിർദ്ദേശം ഈ കുട്ടിക്ക് ആരാണ് നൽകിയത്, അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം എങ്ങനെ ലഭിച്ചു എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിന് ഈ മാതാപിതാക്കളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഫോൺ കോളുകൾ, അതിന് മുമ്പ് ലഭിച്ച ഫോൺ കോളുകൾ എന്നിവയെല്ലാം പരിശോധിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ സഹോദരനുമായി ഈ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ബന്ധങ്ങളില്ല, ഈ തുടർച്ചയായി വിളിക്കുന്നവരല്ല ഇവർ ആരും എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടിയുമായി ഈ സഹോദരൻ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ പോലീസ് പരിശോധിച്ചു വരുന്നത്. ഈ കുട്ടിയുടെ നിലവിലെ വീട്ടിലെ ജീവിത സാഹചര്യം കൂടി പോലീസ് അല്പസമയം മുമ്പ് ശേഖരിച്ചിരുന്നു. ഈ ശേഖരണത്തിൽ പോലീസ് ലഭിച്ച വിവരം ഇങ്ങനെയാണ്: ഈ കുട്ടി വീട്ടിനുള്ളിലെ എല്ലാവിധ ഗാർഹിക ജോലികളും ചെയ്യുന്ന കുട്ടി നമ്മൾ ഈ കാണുന്ന കുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മാനസികമായ വിഷമതകൾ ഉണ്ടായിരുന്നു. ഇത് സഹോദരനുമായി പങ്കുവെക്കുകയും സഹോദരൻ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ നിന്ന് മാറ്റുവാനുള്ള ശ്രമമാണോ നടത്തിയത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന കൂടി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 13 വയസ്സുകാരുടെ ബുദ്ധി മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പോലീസ് ഇഘട്ടത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇഘട്ടത്തിൽ പോകുന്നത്. അതിന് പോലീസിന് മുമ്പിൽ തക്കതായ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ തക്കതായ കാര്യകാരണങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവരുടെ CDR പരിശോധിക്കുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ചെന്നൈ എഗ്മോറിൽ തന്നെ ഈ കുട്ടി എത്തിയതായി ഇപ്പോൾ സംസ്ഥാന പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. അവിടെ നിന്ന് എവിടേക്കാണ് ഈ കുട്ടി പോയത് എന്നുള്ളത് സംബന്ധിച്ച് ആശയക്കുഴപ്പം മാത്രമാണ്. മറ്റൊന്ന്, ഈ കുട്ടി 1 മാസം മുമ്പ് ആസാമിൽ നിന്ന് എന്തിനാണ് ഇവർ നിർബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നത് സംബന്ധിച്ച അന്വേഷണവും പോലീസ് പാരലായി തന്നെ നടത്തുന്നുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ഈ പ്രശ്നം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കുടുംബവുമായുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഹാഷ്മി, എന്തായാലും കൃത്യമായ നിർദ്ദേശം, കൃത്യമായ മാർഗങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ഇത്രയും സഞ്ചരിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇഘട്ടത്തിൽ വിലയിരുത്തുന്നത്.